ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സുമായിട്ടാണ്. അപ്പോൾ ഞാൻ പപ്സ് ഫോളയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ആദ്യമേ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡെല്ലാം കളഞ്ഞെടുത്തേക്കുവാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് സബോള, 2 സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കുവാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയാണ് എടുത്തത്. കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടികളാണ്. അപ്പോൾ അത് നമുക്ക് മസാല തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അന്നേരം നോക്കാം. ഇപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാനൊരല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒരുപാടൊന്നും വഴറ്റൊന്നും വേണ്ട. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് മസാല എത്ര വേണോ അത്രയും നിങ്ങൾക്ക് സബോള കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഈ സബോള ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ തന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴണ്ട് കിട്ടണം കേട്ടോ. ഇതുപോലെ ഉള്ളതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് മസാല എത്രത്തോളം സബോള എത്ര വഴണ്ട് കിട്ടുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതോടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതായത് നമ്മൾ ബ്രെഡ് മുക്കിയെടുക്കാൻ വേണ്ട മുട്ടയുടെ കൂട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഉപ്പ് മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പച്ചമുളക് അരിഞ്ഞിടുക, ഒപ്പം തന്നെ മല്ലിയിൽ അരിഞ്ഞ് ചേർക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് പാല് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മുട്ട എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് പാലൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു സോഫ്റ്റായിട്ട് കിട്ടും, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. നിങ്ങൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് നിങ്ങൾ ഈ മുട്ടയുടെ എണ്ണമൊക്കെ കൂട്ടണം കേട്ടോ. ഞാനിപ്പം വളരെ ചെറിയൊരു പാനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് മതി. അതുകൊണ്ടാണ് ഞാൻ വെറും 3 മുട്ട എടുത്തത്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ എടുക്കണം. നിങ്ങളുടെ പാത്രത്തിനും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതൊക്കെ കൂട്ടിയെടുക്കണം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ മസാല എന്തായി എന്നൊന്ന് നോക്കാം. സബോളയൊക്കെ വാടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അതൊക്കെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ആദ്യമേ തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഞാനിതുപോലെ മുറിച്ചെടുത്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മുറിച്ചെടുക്കാം. ഞാനിതുപോലെ റൗണ്ടായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോള ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലാണ് പോള സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ അകം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവിയെടുക്കാം. അപ്പം ഞാനിത് ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഓരോരോ പീസായിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിയിൽ നിരത്തി കൊടുക്കാം, അടിയിലെ ലെയർ. അപ്പോൾ എല്ലാ ഭാഗവും കവറായി വരുന്നത് പോലെ നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങൾക്കൊക്കെ ആണെങ്കിൽ മുറിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് സൈഡിലേക്ക് ഒരല്പം കയറ്റി വെക്കാൻ നോക്കണം, സൈഡുകളൊക്കെ. അപ്പോൾ ഞാനിത് മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സൈഡിലേക്ക് കയറ്റിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ബ്രെഡ് നല്ലതുപോലെ കുതിർന്ന് കിട്ടണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. ഒരു ലെയർ പകുതി മസാല മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പം മുകളിലേക്ക് കയറരുത്, ഇതുകൊണ്ടാണ് സൈഡിലേക്ക് കയറ്റി ബ്രെഡ് വെക്കുന്ന സമയത്ത് സൈഡിലേക്ക് ഒരല്പം പൊക്കി വെക്കണം എന്ന് പറഞ്ഞത്. ഇനി ഈ മസാല വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തേ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അത് ഈ മുട്ടയുടെ മുകളിലും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം ഇതും വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സൈഡിലേക്ക് പോവരുത്. നമ്മൾ ആ ബ്രെഡ് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പം മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്, മുട്ടയുടെ മേലെയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസസ് നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ കുതിർന്നിരുന്നാലേ ബ്രെഡൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ വേറെ വേറെ നിൽക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 45 മിനിറ്റോളൊക്കെ എടുത്തിട്ടുണ്ട് എനിക്കിത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് സ്റ്റൗവിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മളിത് സ്റ്റൗവിലേക്ക് മാറ്റുന്ന സമയത്ത് ഞാൻ അടിയിൽ ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ പോളയുടെ പാത്രം വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ചൂട് തട്ടാതിരിക്കാനും അടി കരിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 40-45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 45 മിനിറ്റോളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എന്തായി എന്നൊന്ന് നോക്കാം. പോളയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാം, കയ്യിലൊട്ടി പിടിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാലും മതി. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വശം അതിൻ്റെ മേൽവശം കൂടെ ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനിത് മറ്റൊരു പാനിലേക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ആ വശം കൂടെ ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാം. അപ്പം അതിൻ്റെ 2 വശവും ആയിട്ടുണ്ട്. ഇപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ പോള. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക.